ഹായ് ഫ്രണ്ട്സ്, NSN ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടർടേക്കിംഗിലുള്ള എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡിൽ മാനേജ്മെന്റ് ട്രെയിനി തസ്തികയിലേക്ക് നിയമനത്തിനായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഈ വിജ്ഞാപനത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ മാനേജ്മെന്റ് ട്രെയിനിയായി കയറുന്നവർക്ക് ഒരു വർഷത്തെ ട്രെയിനിങ് പീരീഡിൽ മന്ത്ലി 60,000 രൂപ സ്റ്റൈപ്പൻഡും 15,000 രൂപ അക്കോമഡേഷനായും ലഭിക്കുന്നതാണ്. ഒരു വർഷത്തെ ട്രെയിനിങ് വിജയകരമായി പൂർത്തിയാക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് 60,000 രൂപ മുതൽ 1,80,000 രൂപ വരെ ശമ്പളത്തിൽ സ്ഥിര നിയമനം ലഭിക്കുന്നതാണ്. ഇത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ 7. ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇനി വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ജോബ് പ്രൊഫൈൽ: മാനേജ്മെന്റ് ട്രെയിനി, കൺസ്ട്രക്ഷൻ. പ്ലേസ് ഓഫ് പോസ്റ്റിംഗ്: പ്രോജക്ട് സൈറ്റ്സ് ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ്. പീരീഡ് ഓഫ് ട്രെയിനിങ് 1 ഇയർ ആണ്. സ്റ്റൈഫൻഡ് കിട്ടുന്നത് ഒരു മാസം 60,000 രൂപയും കൂടാതെ അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ 15,000 രൂപയും. അടുത്തത് പേ സ്കെയിൽ, അതായത് നിങ്ങൾക്ക് ഈ ട്രെയിനിങ് വിജയകരമായി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് നിയമനം ലഭിക്കും. അപ്പോഴുള്ള ശമ്പള സ്കെയിൽ പറഞ്ഞിരിക്കുന്ന 60,000 രൂപ മുതൽ 1,80,000 രൂപ വരെയാണ്. നെക്സ്റ്റ് ജോബ് പ്രൊഫൈൽ: മാനേജ്മെന്റ് ട്രെയിനി, അതേഴ്സ്. അതിന്റെ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് വരുന്നത് EILS HO at Delhi, Gurugram office or branch office or inspection office or regional offices or project sites in India and abroad. Period of training വരുന്നത് ഒരു വർഷമാണ്. സ്റ്റൈഫൻഡ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മന്ത്ലി 60,000 രൂപ ശമ്പളവും കൂടാതെ അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷന് 15,000 രൂപയും. ഇനി ഈ ട്രെയിനിങ് വിജയകരമായി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പെർമനന്റ് ആയിട്ട് നിയമനം ലഭിക്കുകയും അപ്പോഴുള്ള ശമ്പള സ്കെയിൽ 60,000 രൂപ മുതൽ 1,80,000 രൂപ വരെയുമാണ്. ഇതിൽ ഉദ്യോഗാർത്ഥികൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൽ മാനേജ്മെന്റ് ട്രെയിനി കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ മാനേജ്മെന്റ് ട്രെയിനി അതേഴ്സ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ഈ രണ്ട് തസ്തികകളുടെയും ക്വാളിഫിക്കേഷൻ, ട്രേഡ്, വേക്കൻസി, ഏജ് നോക്കാം. മാനേജ്മെന്റ് ട്രെയിനി MD കൺസ്ട്രക്ഷൻ ഓർ MD അതേഴ്സ്. ക്വാളിഫിക്കേഷൻ വരുന്നത് എഞ്ചിനീയറിംഗ് ഡിഗ്രി കോഴ്സ് BE or BTech or BSc എഞ്ചിനീയറിംഗ് ഇൻ മിനിമം ക്വാളിഫയിങ് പീരീഡ് വിത്ത് മിനിമം 65% മാർക്സ്. ട്രേഡ് കെമിക്കൽ. വേക്കൻസി വരുന്നത് MD കൺസ്ട്രക്ഷന് 0 ആണ്. MD അതേഴ്സിന് 12 ഒഴിവുകളാണുള്ളത്. ഇനി മെക്കാനിക്കലിന് വരുന്നത് MD കൺസ്ട്രക്ഷന് 5 ഒഴിവും MD അതേഴ്സിന് 9 ഒഴിവുമാണുള്ളത്. ഇനി സിവിൽ വരുന്നത് MD കൺസ്ട്രക്ഷന് 6 ഒഴിവും MD അതേഴ്സിന് 12 ഒഴിവും. അടുത്ത ഇലക്ട്രിക്കൽ ആണ്. അതിന് MD കൺസ്ട്രക്ഷൻ 1 ഒഴിവും MD അതേഴ്സിന് 7 ഒഴിവുകളുമാണുള്ളത്. ഏജ് നോക്കാം. ഇതിനെല്ലാം ഏജ് ജനറൽ വിഭാഗത്തിന് 25 വയസ്സും OBC നോൺ ക്രീമി ലെയറിന് 28 വയസ്സും SC ST വിഭാഗത്തിന് 30 വയസ്സും PWD ജനറൽ 35 വയസ്സും PWD OBC നോൺ ക്രീമി ലെയറിന് 38 വയസ്സും PWD SC or ST ക്ക് 40 വയസ്സുമാണ്. ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2024-2025 വർഷം എഞ്ചിനീയറിംഗ് പാസ് ഔട്ട് ആയ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 2023 അതിന് തൊട്ട് മുൻപും പാസ്സായവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ഇനി സെലക്ഷൻ പ്രോസസ് നോക്കാം. സെലക്ഷൻ പ്രോസസ്സിൽ ഗ്രൂപ്പ് ഡിസ്കഷനും ഇന്റർവ്യൂവുമാണ് ഉള്ളത്. 2025 ഗേറ്റ് എക്സാമിൽ പങ്കെടുത്ത ഇനി പറയുന്ന സ്കോർ ഉള്ളവർക്കും അവസാന വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. ഗേറ്റിന്റെ വിശദാംശങ്ങൾ നോക്കാം. ഗേറ്റ് പേപ്പർ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ് ഗേറ്റ് കോഡ് CH, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഗേറ്റ് കോഡ് ME, സിവിൽ എഞ്ചിനീയറിംഗ് കോഡ് CE, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കോഡ് EE. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഗ്രൂപ്പ് ഡിസ്കഷനും ഇന്റർവ്യൂവും ഡൽഹിയിലായിരിക്കും. ഇതിനുവേണ്ടിയുള്ള യാത്രയ്ക്കായുള്ള 3rd AC സ്ലീപ്പർ ടിക്കറ്റ് ചാർജ് ഇവരുടെ ഭാഗത്തു നിന്നും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. ആപ്ലിക്കേഷൻ അയക്കേണ്ട വെബ്സൈറ്റ് www.engineersindia.com. ഈ വെബ്സൈറ്റിൽ പ്രവേശിച്ചതിന് ശേഷം ലോഗിൻ ചെയ്യേണ്ടതാണ്. ലോഗിൻ ചെയ്യേണ്ട പോർട്ടൽ recruitment.eil.co.in. ഇതിൽ പ്രവേശിച്ചതിന് ശേഷം ഗോ ടു റിക്രൂട്ട്മെന്റ് ഓഫ് മാനേജ്മെന്റ് ട്രെയിനീസ് എന്ന സെക്ഷനിൽ എത്തുക. അതിനുശേഷം പോസ്റ്റ് ടു അപ്ലൈ എന്നത് സെലക്ട് ചെയ്യുക. അവിടെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് MD കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ MD അതേഴ്സ്, നിങ്ങൾ ഏതിലാണോ അപ്ലൈ ചെയ്യുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ന്യൂ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എന്ന് വരും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അവർ പറയുന്നതനുസരിച്ച് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടുന്നതായിരിക്കും. ഈ രജിസ്ട്രേഷൻ നമ്പർ ആണ് ഫ്യൂച്ചറിലേക്കുള്ള എല്ലാ കറസ്പോണ്ടൻസിനും യൂസ് ചെയ്യുക. രജിസ്റ്റർ ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സും അതിന്റെ സൈസും പറയാം. സ്കാൻഡ് കോപ്പി ഓഫ് ദ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഇൻ JPG or JPEG ഫോർമാറ്റ് ഓഫ് മാക്സിമം 75 KB സൈസ്. അടുത്തത് സ്കാൻഡ് കോപ്പി ഓഫ് സിഗ്നേച്ചർ JPG or JPEG ഫോർമാറ്റ് ഓഫ് മാക്സിമം 25 KB സൈസ്. Next, scanned copy of caste certificate for SC, ST or OBC candidates and disability certificates for person with disabilities PWD
candidates in JPG or JPEG format of maximum 500 KB size. Next one, scanned copy of EWS certificate for EWS candidates in JPG or JPEG format of maximum 500 KB size. Last one, scanned copy of percentage conversion certificate issued by competent authority from institute or university in JPG or JPEG format of maximum 500 KB size. ഇനി ഇതിൽ രജിസ്ട്രേഷൻ എല്ലാം സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഫോമിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. ഇത് പേഴ്സണൽ ഇന്റർവ്യൂവിന്റെ സമയത്ത് കയ്യിൽ കരുതേണ്ടതാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 7/4/2025, അതായത് ഏപ്രിൽ 7-ാം തീയതി. ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.